ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ എല്ലാ ഭവനങ്ങളോടും കൂടെയും നമ്മുടെ സഭയിന്മേലും നാടിന്മേലും ഈ ഭദ്രാസനയിലും എല്ലാ വിശ്വാസികളോടുകൂടെയും ഓർത്ത് പ്രാർത്ഥന എല്ലാ കാര്യങ്ങളോടുകൂടെയും വാങ്ങിയവരുടെ ആത്മാക്കളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ മാതൃഭദ്രാസനം കൂടിയായ തുമ്പോർ ഭദ്രാസനത്തിലെ അഭ്യതനായ ക്രിയാപ്രസ്മാർത്തിരുവേദി, നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷൈജുബുരനച്ചൻ, വന്യരായ കോറപ്പിസ്തോപ്പാശന്മാരെ, വന്യവൈദിക ശ്രേഷ്ഠരെ, ഹോളിട്രിനിറ്റി ആശ്രമത്തിൻ്റെ സുപ്രീം വന്യനായ ഔഗൻ പ്രഭാശൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മത്തിൽ സംബന്ധിക്കാൻ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദീർഘമായ ആമുഖവാക്കുകൾ ഒന്നും കൂടാതെ തന്നെ ഈ സന്ധ്യയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിലും ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇറാന്തി കേന്ദ്രമാക്കി ആരംഭിച്ച സുവിശേഷ യോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഈ സ്ഥലം, ഇവിടെ നിർമ്മിച്ച പഴയ ചാപ്പൽ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ദേവാലയം കാലോചിതമായി പുതുക്കി പണിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി
49ാമത്തെ കൺവെൻഷനോട് ചേർന്ന് ഈ ദേവാലയം ഇവിടെ ഉണ്ടായത് പഴയ ദേവാലയം പുതുക്കി പണിയുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ഭദ്രാസന പൊതുയോഗവും ഭദ്രാസന കൗൺസിലും ഭദ്രാസനത്തിൻ്റെ വികസന കമ്മിറ്റിയും മറ്റും ആ കാര്യങ്ങൾ ആലോചിച്ച് ഇടവേള അറിയിച്ച് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ദേവാലയം ജീവിതത്തിൽ പുതുക്കി പണിയുന്നതിനും ഇന്ന് ഇതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും ദേവാലയ ഉപനാശ ശുശ്രൂഷ നിർവഹിക്കത്തക്ക വിധം ദൈവം വലിയ അവസരവും ഭാഗ്യവും തന്നിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യയിലെ ശുശ്രൂഷകളിലും നാളത്തെ ശുശ്രൂഷകളിലും പ്രധാന കാർമ്മികത്വം വഹിക്കത്തക്ക വിധത്തിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാം പൗലോസ് ദിദിയൻ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി ഇതൊക്കെ നിർവഹിച്ചു തരാമെന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ തിരുമനസ്സുകൊണ്ട് ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. തിരുമനസ്സുണ്ട്, അതുകൊണ്ട് ഇവിടേക്ക് എഴുന്നള്ളിയിട്ടില്ല. അഭ്യതനായ ക്ലീമേസ് തിരുമനസ്സുകൊണ്ടും ഇടുക്കി ഭദ്രാസനാധിപൻ അഭ്യതനായ മാത്യൂസ് മാർത്തേവദോസിസ് തിരുമനസ്സുകൊണ്ടും ഈ ശുശ്രൂഷകളിൽ നമ്മോടൊപ്പം പ്രധാന കാർമ്മികത്വം വഹിക്കുകയും ഇന്നും നാളെയുള്ള ശുശ്രൂഷകളിൽ പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും. അഭ്യതനായ ക്ലീമേസ് തിരുമനസ്സിനെ നിലയ്ക്കൽ ഭദ്രാസനത്തിലേക്ക് ഈ ദേവാലയ കൂദാശയിലേക്ക് പ്രത്യേകം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ അഭ്യതനായ മാത്യൂസ് മാർത്തേവദോസിസ് തിരുമനസ്സുകൊണ്ടും ഇവിടെ എഴുന്നള്ളിച്ച് എത്തും. വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, കോറെപ്പിസ്കോപ്പമാർ, റമ്പാച്ചന്മാർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വാത്സല്യമുള്ള മക്കൾ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ സന്ധ്യാ നമസ്കാരം അഭ്യന്തരമനസ്സിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. അത് തുടർന്ന് ദേവാലയ ഉദാശയുടെ കല്ലിടിൽ ശുശ്രൂഷയും ഒന്നാം ഭാഗം ശുശ്രൂഷയും നടത്തപ്പെടുന്നതാണ്. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയുണ്ട്, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളാടിയാരോട് കരുണയും ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് നേരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളുമാകുന്നു. എന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ പേശുകൊള്ളണമേ. ആമേൻ. ലോകം നിന്നധികാരം താരേന്നും ജീവിതരെ കാത്തൻപാൽമോ മറക്കുമോ റൂഹോ കാദീശോ റൂഹായിക്കും ഹല്ലേലൂയ. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയനീ പുതുതാക്കിയിടണമേ. നിന്റെ വരവിനു കാത്തിടും ഹൃദയ കനിയണമേ. അവരവരാഹാക്കി ദൈവമേ സഹാക്കുടയും യാക്കോബിനുടയും മടിയിൽ വന്നവനും വരുവോനും ഉയരും
സുതനെന്നു ശരീര വാക്കൾ പാടണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ ഒന്നുമില്ലാത്തവനേ നീ സ്തുതിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ ഒന്നുമില്ലാത്തവനേ നീ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. ണമേ പോലെ ഭൂമിയിൽ വാഴണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, അഴിച്ചുകളയണമേ. തുടർന്നാൽ ഈ മഹത്വം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും മനുഷ്യരോട് സ്നേഹമുള്ള ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ ശുദ്ധീകരണ പെരുന്നാളിനെ അലങ്കൃതമാണ് വാട്ടിയുടെ സത്യതോഴന്മാർക്ക് യുക്തമായ പ്രകാരം വെടിപ്പായി വിശുദ്ധിയിൽ കൊണ്ടാടുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നിന്റെ പ്രമാണങ്ങളെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും നിനക്ക് സ്തുതിയും എൻ്റെ പിതാവിനും വിശ്വഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ സ്വഭാഷണമേ തളിക്കണമേ. ഞാൻ നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമണമൊക്കെ മായിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിൻ്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവ് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരുകളിൽ തുറക്കണമേ. എന്റെ വായുടെ സ്തുതികൾ പാടും. എന്തെന്നാൽ വരിയിടഞ്ഞ തിരുമനസ്സായില്ല, ഹോമവരിയിടുന്ന നിരപായതുമില്ല. ദൈവത്തിൻ്റെ പേര് താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ദൈവമേ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവേ, നിന്നെ ഞാൻ നോക്കി വിളിച്ചു, എന്നോട് ഉത്തരമരളി ചെയ്യണമേ. എന്റെ വചനങ്ങൾ സൂക്ഷിച്ച് കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന തിരുമ്പാധവും പോലെയും എന്റെ കൈകളിലെ കാഴ്ചകളെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാർത്തിച്ചായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ എന്റെ വായിക്ക് കാവൽക്കാരനെ, എന്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ അപ്പം വെട്ടിക്കുമാറാകരുത്. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണയുടെ തലയെ കൊഴിപ്പിക്കരുത്. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവർക്ക് ദോഷം നിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ ചിതറിക്കപ്പെട്ടു. കർത്താവേ, എന്റെ ഉന്നതിയിലേക്ക് നീർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാരൊരുമിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകണമേ. കർത്താവിനെ ഞാൻ വിളിച്ചു, എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ എന്നെ അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊണ്ടുതപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഉടവഴികളിൽ നീ അറിയുന്നു. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ല എന്ന് കണ്ടു. സങ്കേതസ്വരവനിക്കില്ലാതെയായ എന്റെ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നവനുമില്ല. കർത്താവെ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവർ ദേശത്തെ എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവരിനേക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ പരാഗ്രഹത്തെ വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പാലം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജയിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ഉള്ളിരിക്കുന്നു. നിന്റെ നയപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കളിയിൽ വിളിച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകൾ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി നീക്കമായി വിശ്വസിക്കപ്പെടുകയും എന്നാൽ ഹൃദയത്തിന് അന്തമാവുന്നു. നിന്റെ കൽപ്പനകൾ നീക്കത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ ശമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീക്കിടട്ടെ സകല നിവാസങ്ങളിൽ നിന്ന് അരിശത്തിൻ്റെ സൗമൻകാലസ്തുതിയേലായി സാധന വാഴ്ത്തുവിനുത്തമരെ. പരിമളധൂപയുധം ദൈവത്തിൻ ജനനി കന്യകമറിയാമെൻ ഓർമ്മ ഭവിക്കട്ടെ. പാർക്കുമോ പരിമളധൂപയുധോ വൈദികമൽപ്പാന്മാർ പ്രിയ മറിയാമിൻ സ്മരണം വരദായകമാകാം. തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട. ഭാഗ്യം ഇവയേർക്കും ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനേ. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപനേ. വിധിയിൽ കടമോർത്തിടരുതേ.
ബലഹീനത നീക്കി ചെയ്യുകനാഥ അപകലടിയങ്ങൾ മേലോർശിലേവിൽ മഷിഹാസനസമിതി സ്മൃതിവിശ്വാസികളാം മൃതരാക്ഷിക്കട്ടെ വാനിലും മൊഴിയിലേതനിലും ഹല്ലേലൂയ ദേവാലയങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമെന്നുണ്ടാകട്ടെ നല്ലോർമ്മ നിർമ്മലമാ കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചോതൻ ഉദരത്തിൽ ഭുവിസ്വർഗേത സ്മൃതി വളരട്ടെ കോടയനായി പ്രാർത്ഥന തീരട്ടെ നാഥാ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃസ്മരണത്തിൽ പാരക്കുമോ تلميذ شبهه اللعب لبروح الروح قاديسو بدولم ودام الولم والمينا من هاليلويا പ്രാർത്ഥിപ്പി സ്നേഹന്മാരെ കർത്താവോടായി ഭിന്നത സഭവൻ സന്താനങ്ങളിലാകാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ വായിച്ചിടുവാൻ പുസ്തകിയറിയെ ചുറ്റുന്നു സത്യമത മൂശയിലാവചനം കനകുമ്പോൾ ശോധിച്ചിടട്ടെ വൈദികവാഴ്ത്തും ശുദ്ധസഭയ്ക്കുകയും ചേർത്തോനേ ക്രൂശിന്മേൽ തലചായി പണ്ഡിത വൈദ്യാരോഗർക്കായി സൗഖ്യമേറ്റിടുവാൻ അധികാരം നൽകി പരൻ പാർത്താൻ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചനത്തിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ശമനങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ന്യായാധിപതേ അംഗീകരിച്ചും ചേർത്ത കടത്താലെന്നല നാട്ടിലെ വിധികേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമേയും രക്തവുമാറ്റന്മേൽ കൃപ ചെയ്യുക നിസ്നേഹ ശ്രീബ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുഭിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോമങ്ങൾ ഗുണമുക്തി ഖേദം വേണ്ട മഷിഹായിൽ പ്രതി പൂണ്ടോരെ നീരാളം ചാർത്തി മുൻപിൽ സ്തുതി പാടും നിങ്ങൾ
മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ഹാലേ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിരുതുല്യം നരനുടെ നാൾകളഹോ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻകാലോസ് കുറിയേലായിസോൻ. അവഗമേലോകം നിന്നധികാരം ദാനെന്നും സ്ലീപായ ശിവീനരേക്ക തൻപാൽ മുക്തി മൃതർക്കേക പാർക്കുമോ. തൽമദുൻ സ്വലാബു ലബ്റോവൽ റൂഹോ കാന്ദീസോസ്. സ്തോത്രം മൃതജീവ പ്രകടനെ കബറിലെത്തിയിടുന്നോനെ. നിൻ പ്രേക്ഷകരാമൻ റൂഹായ്ക്കും ഹല്ലേലൂയ. മുറിയോറാഹെൻ മേലൈനുവാദാരെ മാതൃവിശുദ്ധ ശ്രുതി സംബന്ധം നൽകുകനാഥ. പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും. ദാവിദുപുത്രി സ്വാതന്ത്ര്യത്തെ കണ്ണതിനാലെ യാചിക്കുന്നു. നിർമ്മലമാകല്ലേ നിന്നിലുദ്ദേശ ഫലമായോടർത്തിക്കണമേ ഞങ്ങൾക്കായി. കല്ലറവാസം ദാമ്പത്യത്തെ ജഡരൂപം നൽകിയൊരാഗ്യം ആഹ്വാനത്താൽ അഴിവെന്നെ എഴുന്നേൽപ്പിക്കും. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഭാവികളാടിയാരോട് കരുണ ചെയ്യുന്ന വിജയരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിക്കരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ജഗത്തിന്റെ ഫലമായ കർത്താവ് യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്ത് പറയുമേ
തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ആവിളാടിയാരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി. പാടുമ്പോ ഞങ്ങളുടെ പിതാവേ, എന്റെ രാജ്യം വരേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ പ്രവേശിക്കരുത്, വിനോദങ്ങളെ രക്ഷിച്ചോളണമേ. ശക്തി മാറുന്നു എന്റെ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാവുന്നു, ഫലമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവർക്ക് പറയുമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞാനഞ്ചുന്തൻ പാപത്താൽ ശുദ്ധർക്കേകോ മോദപൂർവ്വിൽ വേലേ യോത്തന്നേ നാഥ എൻ പാപം ജ്യോതിക്കല്ലേ രക്ഷിച്ചെന്നേ നരകത്തിൻ്റെ യുഗവാസം തിരുഹിതമാം സ്ഥാനേ പാർക്കുമോ. തൽമിദുൻ ശുബോലാബു ലബ്റോവൽ റൂഹോ കാദീസോ മനോലം വാദാമൽ ഓലം വൽ മീനാമീൻ. സ്തുതി അനുദാനക്കാർമുമ്പിൽ പാപം ചെയ്തോരോ ോടയുള്ളോനെ അൻപുണ്ടാകണമേ. നിന്റെ ദിവസത്തിൽ വാനവനാം ദാതായാചിക്കും അടിയ ഈശോഷയെ രാദ്രതോർന്നേണം മാനവർദ്ധൻ നിശ മാനവർദ്ധൻ ഗതിയെ ഈശോഷയെ രാദ്രതോർന്നേണം. കുരിയലായിസോൻ പാർക്കുമോ. റദ്ദിന് തന്റെ മറവിലിരിക്കും ദൈവത്തിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ
ബറഖമോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ സ്വർണ്ണം എന്റെ സങ്കേശ്വരം എന്ന കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാലും ദുരിതത്തിന്റെ കടിയിൽ നിന്ന് വ്യർത്ഥമായ സംസാരത്തിൽ നിന്നെ വീണ്ടുകൊള്ളും. അവനവന്റെ തോൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ സ്വരങ്ങൾ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന വരത്തിൽ നിന്നും ഉജ്ജ്വലുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും. അവൻ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാ സ്വന്തം വാസസ്ഥലവരങ്ങളായിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്നാൽ നിന്റെ സ്ഥലവഴുതിനെ കാക്കേണ്ടതിനായിട്ട് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിന് കിടർച്ച ഉണ്ടാകാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെ അള്ളി നീ ചവിട്ടും. സിംഹത്തെയും പെരുമാവിനെ നീ മരിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിടുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാൽക്കാർ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്നെ വെളുത്തുകേണ്ടോ നിനക്ക് നെല്ലിടും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സരദോഷനെ കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുപോലെ എന്നേക്കും കാത്തോളും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബർക്കമോ അനുഗ്രഹത്തിന്റെ ചെറുതഴങ്ങൾ ഞങ്ങളെ വറച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മഹത്തുള്ള രാജാവിഷയ നിരപരന്റെയും പുണ്യമുള്ളവരായ ഞങ്ങൾക്ക് തരണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറത്ത് നിന്റെ കൃപ ഞങ്ങൾ നിൽക്കണമേ. നിന്റെ ശ്രീപാദം സൈന്യങ്ങളെ കാത്തുള്ളണമേ. എന്റെ സമാധാനത്തോടെ വാഴ്മാറാകണമേ. എന്നോട് അപേക്ഷിക്കുന്ന ആത്മാവിന്റെ ചർമ്മരക്ഷയുണ്ടാക്കണമേ. പ്രസവിച്ച മറിയാവിന്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നേക്കും നിന്റെ അടുത്ത് നിർത്താനുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധിയും മഹത്വമുള്ളവർത്തുമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ കാലുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ പ്രബലമായ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്ത് പറയുന്നേ തമ്പുരാന്റെ എന്നെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഒരു വലിയ അനുഗ്രഹകരമായ ശുഭമുഹൂർത്തമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ നമ്മൾ ഈ ദേശത്തും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സഭയിലുമൊക്കെ അനുഭവിക്കുന്നവരാണ്. അതിലൊരു വലിയ പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തമാണിതെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഈ സ്ഥലം പരിചയമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അത്രയും അറിയില്ല എങ്കിലും വൈദികർക്ക് മേൽപ്പട്ടക്കാർക്ക്
മറ്റ് വിശ്വാസികൾക്കെല്ലാം പരിചയമുള്ള ഒരു സ്ഥലമാണിത്. റാന്നി ഭാഗത്ത് നമ്മുടെ ഭദ്രാസനം, തുമ്പോൺ ഭദ്രാസനം, മാതൃഭദ്രാസനമായ ഭദ്രാസനത്തിന് ഉപയോഗിക്കാൻ തക്കവണ്ണം വചന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ഒരു 50 വർഷം മുമ്പ് ലഭിച്ച ഒരു സ്ഥലം. അതുകൊണ്ട് ആദ്യമായിട്ടത് മനസ്സിൽ വരേണ്ട ഒരു ആശയം, ദൈവത്തിൻ്റെ വചനം വളരെയേറെ ദൈവീകമായ ഒരു ബോധത്തോടു കൂടി ഈ സഭയിലും ഈ സമൂഹത്തിലും ഈ ദേശത്തുമൊക്കെ അറിയിച്ച ഒരു സ്ഥലം എന്നുള്ളതിൽ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം ഇതിനെ കരുതി നമുക്കായിട്ട് തന്നിരിക്കുന്നു എന്നുള്ള ദൈവത്തെ സ്തുതിക്കാം. 50 വർഷം മുമ്പ് ഞാനും ഇതിന് സാക്ഷിയാണെന്നുള്ളത് സംശയമില്ല. പക്ഷേ എന്നേക്കാൾ എത്രയോ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുണ്ടെന്നുള്ളതാണ്. അഭിമന്യ ദാനിയേൽ മാർ പീലക്സനോസ് തിരുമേനി, അഭിമന്യ യൗസേബിയസ് തിരുമേനി ഇവരൊക്കെയും ഈ സ്ഥലത്ത് വന്ന് അവരുടെ ശുശ്രൂഷയും വചന ഭക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളത് സന്തോഷത്തോടുകൂടെയും ആദരവോടുകൂടി സ്മരിക്കാം. ഈ സ്ഥലത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ചുമതലപ്പെടുത്തുന്ന അനേക വൈദികരെ എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരുന്നുണ്ട്, ഓർമ്മയിൽ വരുന്നുണ്ട്. നമ്മുടെ VT ജോസഫ് കോറപ്പിസ്കോപ്പ മഠത്തിലേത്ത്, വടശ്ശേരിയത്ത് വിജയ ജോസഫച്ചന്, അതിനോട് ചേർന്ന് പ്രവർത്തിച്ച TS തോമസ് അച്ഛന്, മന്നാങ്കുഴിയിലെ അച്ഛന്, ഇങ്ങനെ പുളിക്കലച്ഛന്, ഇവരെല്ലാവരെയും, ഒത്തിരി പേരുടെ പേര് ഞാൻ വിട്ടുപോയെങ്കിലും ഇവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരു സമയമാണിത്. ദീർഘമായി സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാമെങ്കിലും നിങ്ങളുടെ ചിന്ത അതിലേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെയേറെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പിതാക്കന്മാർ എല്ലാ ശുശ്രൂഷകളെല്ലാം ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഭാവിശ്വാസികൾ ഇതിന് എത്രയേറെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥയോ ഇന്നത്തെ പരിസരമോ ഒന്നും അല്ലായിരുന്നു അന്ന്. ആണ്ടിൽ 2-3 പ്രാവശ്യം വെള്ളം കയറുന്ന സ്ഥലമാണിത്. അപ്പോൾ പിന്നെ വെള്ളമൊന്നും കിട്ടുന്നില്ല, വെള്ളം കയറുന്നുമില്ല, അതിങ്ങനെ പോട്ടെ, അത് സൗകര്യമായി. എന്തായാലും ഈ ദേവാലയം ഇവിടെ ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ ഇതുപോലെ മനസ്സിനൊരു കുളിർമയും സന്തോഷവും. എനിക്കതിൻ്റെ ഒരു ചെറിയ പങ്കുണ്ടെന്നുള്ളത് ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. തുമ്പോൺ ഭദ്രാസനം ചുമതല ഏറ്റെടുത്തത് ഞാൻ 2009 ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയുടെ കാലത്തിന് ശേഷം. അത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞാൻ എൻ്റെ ചുമതല എടുത്തു. അന്ന് ഭദ്രാസനം, നിലയ്ക്കൽ ഭദ്രാസനം വിഭജിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഇവിടെ വന്ന് കൺവെൻഷൻ നടത്തുകയും ഈ ഒരു ചാപ്പലിന് അടിസ്ഥാനം ഇടുകയും ചെയ്യുന്നുള്ളത് വളരെ സന്തോഷവും സംതൃപ്തിയും. അന്നത് മുളച്ചു വരുവാൻ തക്കവണ്ണം സാധിച്ചില്ല എങ്കിലും ഇന്ന് വളരെയേറെ ശോഭയോടുകൂടി തിളക്കത്തോടുകൂടി അത് മുളച്ചു വളർന്ന് പുഷ്ടിപ്പെട്ട് ഈ രൂപത്തിലായിരിക്കുന്നു എന്നുള്ളത് സന്തോഷം. നിലയ്ക്കൽ ഭദ്രാസനമായപ്പോഴേക്കും അതിൻ്റെ വളർച്ചയ്ക്കൊരു വലിയ വേഗതയുണ്ടായി എന്നുള്ളതാണ്. അതേസമയത്ത് തുമ്പോൺ ഭദ്രാസന ഭാഗമാണെങ്കിൽ ഇതുപോലെ വളരെയില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്തായാലും അങ്ങനെ അഭിമന്യ തിരുമനസിൻ്റെ ചുമതലയിൽ ഇത് തുടങ്ങി വളരെ വേഗത്തിൽ തീർത്തു. ഇതിൻ്റെ പരിസരമൊക്കെ വളരെയേറെ സാധ്യതകളുള്ളതാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. പൊട്ടൻഷ്യാലിറ്റി ഇതിനൊത്തിരി ഏറെ ഉണ്ടെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട വൈദികരും വിശ്വാസികളും മനസ്സിലാക്കണം, ആക്കിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. അതുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കല്ലിടിയിലിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ടാണ് ഇത് ഇവിടെ വന്ന് ഇതിന് നേതൃത്വം വേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായ സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാൻ സാധിച്ചില്ല എങ്കിലും അസാന്നിധ്യം ഓർത്ത ദൈവത്തെ പ്രത്യേകമുള്ള അദ്ദേഹത്തോടുള്ള നന്ദി അത് അറിയിക്കുന്നു. സഭയിലെ വലിയ ശ്രേഷ്ഠ സ്ഥാനി അല്ലെങ്കിൽ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ, സഭയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ സ്ഥലവും ഈ പള്ളിയും ഇതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും. ഈ ഒരു ദേവാലയം ഉയർത്തുമെന്ന് പറയുമ്പോൾ യാക്കോബ് പുറപ്പെട്ടു പോയപ്പോൾ രാത്രിയിൽ യാതൊരു ആശ്രയവുമില്ലാതെ കിടന്ന സ്ഥലം, ലൂസ് എന്ന പേരുള്ള സ്ഥലത്ത് കല്ല് തലയണയായി വെച്ചു. ആകപ്പാടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ പ്രതീകമായി അതിന് സദൃശമായിട്ടുണ്ടായിരുന്ന കല്ലും അല്പം എണ്ണയും മാത്രം. ഒരു ദേവാലയത്തിൻ്റെ ആ വലിയ സാഹചര്യം അവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു അർത്ഥം അവിടെയുണ്ട്. സ്പിരിറ്റ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ഒരു വലിയ അർത്ഥം അവിടെയുണ്ട്. ഒരു കല്ലും അല്പം എണ്ണയും ഒഴിച്ച് തിരികത്തിച്ച്
ദൈവവുമായുള്ള ബന്ധം. ദൈവത്തിന് മനുഷ്യരോട് ഇടപെടാനും മനുഷ്യന് ദൈവത്തോട് ഇടപെടാനുമുള്ള ഏറ്റവും വലിയ സ്ഥലമാണല്ലോ ദേവാലയം. അങ്ങനെ ഇത് ആ ഒരു ബന്ധത്തിന് വേണ്ടി സ്ഥാപിക്കും. നമ്മുടെ ദേവാലയങ്ങളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളിത് ഓർക്കേണ്ടത്, ഒരു കല്ലും അല്പം എണ്ണയും തിരിയും ഉണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിനുള്ള വലിയ ഒരു ആരംഭമാണ്, തുടക്കമാണ്. അത് വളരെയേറെ പുഷ്ടി പ്രാപിച്ച കല്ലും എണ്ണയും മാത്രമൊന്നും അല്ലല്ലോ, എത്രയോ സംവിധാനങ്ങൾ നമ്മുടെ ദേവാലയങ്ങൾക്ക്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത് ആ കല്ലും എണ്ണയുമാണെന്ന് ഓർത്തുകൊള്ളുക. ദൈവവുമായി ബന്ധപ്പെടുവാൻ ഒരു തിരി കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം എന്നോടി ഒരു വാചകത്തിൽ ഓർമ്മിട്ട്, റീകിൻഡിൽസ് അവർ ഇന്നർ ലൈറ്റ് ഓഫ് ലവ്. ദൈവസ്നേഹം തമ്മിലുള്ളത് ഇങ്ങനെ ജ്വലിച്ച് പ്രകാശിച്ച് നമുക്കും മറ്റുള്ളവർക്കും ചൂടും പ്രകാശവും കൊടുക്കുവാനാണ്. അപ്പോൾ ഒരു തിരി കത്തിച്ചു കഴിഞ്ഞാൽ, ഒരു കല്ലിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ, റീകിൻഡിൽസ് അവർ ഇന്നർ ലൈറ്റ് ഓഫ് ലവ്. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്, അത് വളരുവാനുള്ളതാണ്. അത് വളർന്ന് സമൂഹത്തിനും സഭയ്ക്ക് മുഴുവനും നൽകുവാനുള്ളതാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു വലിയ സ്ഥലമാണിത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിന് ദൈവം സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കല്ലിടിയിലെ ശുശ്രൂഷ അറിയാവുന്നതാണ് എല്ലാവർക്കും. കണ്ടിട്ട് പരിചയം, കേട്ടും പരിചയമുണ്ട്, ചെയ്തു പരിചയമുണ്ട്. ഒരു കർത്താവിനെ സൂചിപ്പിക്കുന്ന വലിയൊരു കല്ല്, അതിനകത്ത് സ്ലീബ, അത് കർത്താവിനെ മാത്രം പ്രതിനിധീകരിക്കുന്നതാണ്. മറ്റ് 12 കല്ലുകൾ അത് ശ്ലീഹന്മാരെ സൂചിപ്പിക്കുന്നു. കുന്തിരുക്കം അതിനകത്ത്, അത് വിശ്വാസികളെ സൂചിപ്പിക്കുന്നതാണ്. പരിശുദ്ധ മൂറൻ, പരിശുദ്ധ റൂഹായുടെ ആവാസം അതിന്മേലുണ്ടായി. ആ നിത്യമായ അനുഗ്രഹം, ആ പരിശുദ്ധാത്മ നൽവരം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ലഭിക്കത്തക്കവണ്ണം, തലമുറകൾക്ക് ലഭിക്കത്തക്കവണ്ണം ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാന കല്ല് ത്രോണോസിലിടുന്ന ദിവസമാണ്, സമയമാണ്. അത് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, അടുത്ത കൂദാശയുടെ കാര്യം അറിയാവുന്നതാണ്. നമ്മളെയും പള്ളിയെയും ശുദ്ധീകരിക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ നാടിന്, ദേശത്തിന്, യാത്രക്കാർക്ക്, ഇടവകങ്ങൾക്ക്, അല്ലാത്തവർക്ക്, സ്വദേശികൾക്ക്, വിദേശികൾക്ക് എല്ലാം പ്രയോജനപ്പെടാവുന്ന ഒരു ദേവാലയം. സാധാരണ ഇടവക അല്ലിത്, അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, സഭയുടെ കൊമ്പ് ഉയരുവാൻ തക്കവണ്ണം ഈ ആലയം ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ വലിയ ഭാഗ്യമാണിതെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ നിങ്ങളുടെ കൈകൾ എത്രയോ അധ്വാനിച്ചതാണ്. വിശ്വാസികൾ, അച്ഛന്മാർ, അല്ലാത്ത എല്ലാവരും അധ്വാനിച്ച് അല്പമായോ അധികമായോ പ്രാർത്ഥനയാലോ പ്രയത്നത്താലോ ഇതിന് നൽകിയ എല്ലാ സഹായങ്ങളും ഞാൻ ഓർക്കുകയാണ്. നമുക്ക് സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണിതെന്ന് സംശയമില്ല. ഇനി ഇതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളും വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അഭിനന്ദ തിരുമേനിമാരുടെ അനുവാദത്തോടുകൂടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർ ഗ്രിഗോറിയോസ് ചാപ്പലിൻ്റെ പരിശുദ്ധ പരിമള തിരുമേനിയുടെ നാമത്തിൽ പുനർനിർമ്മിക്കപ്പെട്ട ഈ അനുഗ്രഹീത ദേവാലയത്തിൻ്റെ താക്കോല് നിലയ്ക്കൽ ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അനുവാദത്തോടുകൂടിയും മാർ ഗ്രിഗോറിയോസ് കാതലിക് സെൻ്ററിൻ്റെ മൺമറഞ്ഞു പോയ അതിൽ ശുശ്രൂഷ ശേഷം പുരോഹിതന്മാരെയും അതിനുവേണ്ടി അല്പമായ അധികമായി സഹായിച്ച വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും അനുവാദത്തോടുകൂടി ഈ ഭദ്രാസനയിലെ ശുശ്രൂഷൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി ഈ താക്കോല് പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സീനിയർ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമീസ് തിരുമനസിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ തുമ്പോൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്നുള്ളത് നേരത്തെ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഇടവുകളൊക്കെയും എൻ്റെ ഭാഗമായി തന്നുള്ളതിലൊരു അവകാശം പോലെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ അവകാശം ആവശ്യമില്ല. എൻ്റെ അവകാശം മുഴുവനും അല്ലെങ്കിൽ ഈ പള്ളിയുടെ മുഴുവൻ സംരക്ഷണവും നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത, എൻ്റെ സഹോദര മെത്രാപ്പൊലീത്ത ഏൽപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചാണ്. സാധാരണ ഇടവപ്പള്ളികളിലാണെങ്കിൽ നമുക്കറിയാം, മെത്രാപ്പൊലീത്ത ഏറ്റുവാങ്ങും, തിരികെ വീണ്ടും അത് വികാരിയെ ഏൽപ്പിക്കും, വികാരി അത് കൈസ്ഥാനിയെ ഏൽപ്പിക്കും, കൈസ്ഥാനി സഭയ്ക്ക് വേണ്ടി അത് സൂക്ഷിക്കും. ഇവിടെ കൈസ്ഥാനികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭദ്രാസന സെക്രട്ടറി തന്നെ അത് അഭയം തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ഇത് ഞാൻ ഏൽപ്പിക്കുന്നു. ഇടവപ്പള്ളിയാണെങ്കിൽ സാറിന് പറയാറുണ്ട്, എപ്പോൾ ചോദിച്ചാൽ തിരിച്ചു തരണമെന്നൊക്കെ. അത് ആ വിധത്തിൽ തന്നെ ഭദ്രാസന സെക്രട്ടറി ഏൽപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കും.
ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധാലയത്തെ ആത്മീയ സ്തുതികളാൽ പ്രതിഷ്ഠിക്കുന്നതിനും അതിനെ അടിസ്ഥാനമിടുന്നതിനും നിന്റെ പരിശുദ്ധ ശ്ലീബായുടെ ഊഷ്മയാൽ മുദ്രകുത്തുന്നതിനും ദിവ്യമാ നിന്റെ മോറോൻ്റെ പരിമളവാസനയാൽ അഭിഷേകം ചെയ്യുന്നതിനും നിന്റെ നൽവരങ്ങളെ വിശുദ്ധിയാൽ അതിനെ ശുദ്ധീകരിക്കുന്നതിനും പരിശുദ്ധാത്മദാനങ്ങളാൽ അതിനെ പൂർത്തീകരിക്കുന്നതിനും കിരീടം ധരിപ്പിക്കുന്നതിനും അതിൽ നിത്യമായി നിന്നെ നിന്റെ ഏകജാതനാം പുത്രനെയും ജീവൻ നൽകുന്ന നിന്റെ റൂഹായെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അശോഭ് ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ വ്യക്തിത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ തിന്മകൾ ചെയ്തു. എന്നാൽ വനത്തിൽ നീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ നിന്റെ അടുത്ത് ഞാൻ ഉത്ഭവിച്ചു, പാവങ്ങളിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇതിന് ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. നിന്റെ സ്വഭാവത്തിനെ കളിക്കണമേ, ഞാനിവിടെ പ്രാർത്ഥപ്പെടും. അതിനാൽ എന്നെ നന്മയാക്കണമേ. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങൾ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. ദൈവമേ, അവിടെ സൃഷ്ടിക്കണമേ. ആത്മാവിനെ ഉരുവാക്കണമേ. നിന്റെ തിരുവനെ തള്ളിക്കളയരുതേ. നിന്റെ ശുദ്ധാത്മാവിനെ നടക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ. മനസ്സൊരുക്കമുള്ള റൂഹായാൽ എന്നെ താകുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ നാമം നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ജനങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വാലിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ നിരമനസ്സായില്ല, സമാധാനങ്ങൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. എന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാലുകൾ ബലിയായി കരയേറും. ദൈവമേ, പാർക്കുമോ. മനോലം വാദാമുലോലമുൽ ഭാഗ്യം തന്മണവാട്ടി നിൻ ശിലവൈപ്പിൽ ജാതികൾ മോദി പോദേവാ ദയ ചെയ്തിടണമേ. മംഗല്യം തൽമിദുഖോൻ ശുഭോല ബോല ബറോവൽ റൂഹോ കാദീശോ നോലം വാദാവൽ ഓലം വൽമീനാമീൻ സഭവരണം ചെയ്തത് പാവനമാകാൻ തിരുസുതനെ സ്തോത്രം ദേവാ ചെയ്തിടണമേ. കർത്താവെ, വിലയേറിയതിൻ്റെ രക്തത്തായി വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ പരിശുദ്ധ സഭയാകുന്ന ആന്തരിക സഹ്യോന്റെ കോട്ടകളെ ജയമുള്ള നിന്റെ ശ്രീപാട് ശക്തിയാൽ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സ്വർഗീയ സൈന്യങ്ങളുടെ കാവലും ജാഗ്രതയും കൊണ്ട് അതിനെ ചുറ്റുമാറാകണമേ. അങ്ങനെ അതിൻ്റെ മക്കളുടെ സംഘത്തിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുമാറാകണമേ. ഹോശോ
തൻകരതാരിൽ തിരുസഭയെ നന്നായി സ്ഥാപിച്ചൊരു മശിഹ നിൻ സ്തുതി സതതം പാടിടാൻ ഞങ്ങളുടെ അകതാരിനെ സജമതാക്ക അഖിലത്തിനധിപൻ നാഥ നീ എന്നും വന്യൻ തന്നെ. സഭയിൽ കൂടാരം മലയിൽ പണിതാൻ മോശ വഴി പാവന ശ്രീഹന്മാർ മൂലം തന്നോട് സഭയെ പണിതേറ്റി പാടണമവനായി നാം സ്തോത്രം താനെന്നും വന്യൻ തന്നെ. ബാരക്കുമോ മശിഹാതന്നോട് ഹിതം അതുപോൽ ശ്ലേമോൻ ഭവനം ശാലേമിൽ പരനായി നന്നായി പണി ചെയ്തു പണിതാനീശോ തിരുസഭയെ വിശ്വാസമതാം ശിലയിന്മേൽ താനെന്നും വന്യൻ തന്നെ. മനോലം വാദാമലോലം വൽ ശിലയാൽ കൂടാരം പണിമാൽ മശിഹായും ശ്വാസമതിൽ സ്തുതിഗാനം പാടിയിടാം താനെന്നും വന്യൻ തന്നെ. സ്തോമൻ ഗാലോ പാർക്കുമോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ഗുരുമായുടെ കഷ്ടപ്പാടുകളാൽ പരിശുദ്ധ സഭയെ തനിക്ക് വിവാഹം പറഞ്ഞ് നിശ്ചയിക്കുകയും ആത്മാക്കളുടെ കാവലിന് ഞാൻ ജീവനുള്ള സ്ലീബായെ അതിൽ വയ്ക്കുകയും ചെയ്ത മേലുള്ള മണവാളനും തൻ്റെ സഭയെയും ആചാര്യ സംബന്ധമായ തൻ്റെ ഇടവകളെയും ആശ്രയക്കോട്ടകളായി പണിത് വേലി കെട്ടുകയും അക്രമികളുടെ കയ്പുപെട്ട കഠിന കോപത്തിൻ്റെ ഉഗ്രതയിൽ നിന്നും അതിനെ കാവൽ ചെയ്യുവാനായി രക്ഷയുടെ ബലമുള്ള ഗോപുരങ്ങൾ മനുഷ്യത്വത്തിന് സ്ഥിരപ്പെടുത്തുകയും പ്രതികൂലമായി ക്ഷോഭിച്ചിരിക്കുന്ന തിരമാലകളെ അതിൽ നിന്ന് കടത്തിക്കളയുകയും ചെയ്ത ജ്ഞാനമുള്ള ശില്പിയായ തനിക്ക് സ്തുതി. തനിക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും എന്ന് വന്നേക്കും യോഗ്യമാവുന്നു. ബുക്കുലഹൂൻ യൗമോ സഹായില്ലവിൽമീൻ ബാർക്കുമോർ അഗ്നിയാത്മമയന്മാരുടെ ഗണങ്ങളാൽ മഹിമേറിയ ആത്മീയമായി പുകഴ്ത്തപ്പെടുകയും ചിറകുള്ള അഗ്നിമയന്മാരാൽ മഹാസംഭ്രമത്തോടുകൂടി വാഴ്ത്തപ്പെടുകയും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള കടിഞ്ഞൂലുകളുടെ സഭയിൽ അശരീരികളായ ശുശ്രൂഷക്കാരാൽ തൃത്വസ്തുതി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനായ മശിഹാ തമ്പുരാനെ, മൗത്തമുള്ള നിന്റെ കൂടാരത്തിൽ, ഇസ്രായേലിൻ്റെ കൂടാരത്തിൽ മുമ്പോട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ സഭയിൽ പുകഴ്ത്തപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പ്രാഭവപ്പെടുവാൻ നിന്റെ കൃപയാൽ തിരുമനസ്സായി നിന്റെ ബഹുമതിക്കായി മോശ കൂടാരം ഉറപ്പിക്കുകയും സകല വർഗങ്ങളുടെയും പ്രതിച്ഛായകളാൽ അതിനെ അലങ്കരിക്കുകയും സത്യത്തിൻ്റെ മണവാളനായ നിന്നാൽ അലങ്കരിക്കപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ അസ്ഥികളാൽ പണിയപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ സത്യത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ളതായ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ദൃഷ്ടാന്തം വരയ്ക്കുകയും ചെയ്തു. നിന്റെ വെളിപാടുകരായ നിബിയന്മാർ ഈ സഭയ്ക്ക് മുൻകൂട്ടി രൂപം നൽകി അവരിൽ ഒരുവൻ ജലപ്രളയത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി ആശ്വാസത്തിൻ്റെ പരിമളവാസന അർപ്പിക്കുകയും
നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ രഹസ്യം കാണിക്കുകയും ചെയ്തു. മറ്റൊരുവൻ അമോറിയ മലയിലേക്ക് കയറി തൻ്റെ ഏകജാതനെ ബലി കഴിക്കുകയും നിന്റെ പരിശുദ്ധ സഭയുടെ ദൃഷ്ടാന്തം നിലനിർത്തുകയും ചെയ്തു. ഒരുവൻ ബഥേലിൽ വെച്ച് കല്ല് അഭിഷേകം ചെയ്ത് നേർച്ചകളും പതാരങ്ങളും അതിന്മേൽ അർപ്പിച്ച് അത് മുഖാന്തരം ഇവിടെ സഭയിൽ നിനക്കർപ്പിക്കപ്പെടുന്നതായ രഹസ്യപൂർണമായ കുർബാനകളെ മുൻകൂട്ടി കാണിച്ചു. വേറൊരുവൻ കർമ്മേൽ മലയിൽ ബലിപീഠം പണിത് നിഴലായ ബലികളെ അതിന്മേൽ അർപ്പിച്ചു. മറ്റൊരുവൻ പൗരസ്ത്യാലയത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിച്ചു. ഒരുവൻ അത്യുന്നതൻ്റെ പട്ടണത്തെ പറ്റിയുള്ള ശ്രേഷ്ഠത സംസാരിക്കപ്പെടുമെന്ന് ഉദ്ഘോഷിച്ചു. അവരൻ മെദിയാനിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ഇതിൻ്റെ ബഹുമാനത്തിന് ബലിപീഠം പണിതു. ഒരുവൻ തൻ്റെ ഏകജാതിനെ ബലി കഴിക്കുകയും പരിശുദ്ധ സഭയ്ക്ക് മർമ്മങ്ങൾ വരയ്ക്കുകയും ചെയ്തു. ജനത്തിൽ നിന്ന് വസന്ത വിലക്കി. മറ്റൊരുവൻ യബൂസനായ ആരാൻ്റെ കളത്തിൽ വച്ച് കുർബാന അർപ്പിച്ച് ജനത്തിൽ നിന്ന് വസന്ത വിലക്കി. ഒരുവൻ കർത്താവിൻ്റെ ഭവനം പർവ്വത ശൃംഗത്തിൽ പണിയപ്പെടുമെന്ന് പറയുകയും ആയതിലേക്ക് ജാതികൾ തടിച്ചുകൂടുമെന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വേറൊരുവൻ കർത്താവ് ഊർസ്ലേമിനെ മോഹനീയ പ്രഭകളാൽ അലങ്കരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. ഒരുവൻ കർത്താവ് തൻ്റെ ഭവനത്തെ സകല മേൽക്കോയ്മകൾക്കും മേലായി പണിയുമെന്നും പ്രസംഗിച്ചു. മറ്റൊരുവൻ സഭയോട് നിന്റെ കൂടാര കയറുകൾക്ക് നീളം കൂട്ടുക, നിന്റെ പിരികളെ വിസ്താരപ്പെടുത്തുക എന്നിങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു. ഒരുവൻ കർത്താവിൻ്റെ ദേവാലയം പണിയപ്പെടുമെന്നും അത് ഇസ്രായേലിൻ്റെ മഹത്വത്തിനായി തീരുമെന്നും കാഹളം മുഴക്കി. മറ്റൊരുവൻ അടിമയ്ക്കും ബാബേലിൽ നിന്നുള്ള കരയേറ്റത്തിനും ശേഷം നിന്റെ നാമത്തിന് ആലയം രൂപപ്പെടുത്തി. ഒരുവൻ കർത്താവ് തൻ്റെ ബലിപീഠം സ്ഥിരപ്പെടുത്തുമെന്നും ദുഷ്ടൻ ലജ്ജിച്ചു പോകുമെന്നും പ്രവചിച്ചു. മറ്റൊരുവൻ കർത്താവെ, നിന്റെ ബലിപീഠത്തിനരികെ പക്ഷിക്കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് പാടി. ഇപ്രകാരം സഭ മുഖാന്തരം അവളെപ്പറ്റി പ്രഘോഷിച്ചിട്ടുള്ള ഉപമാനങ്ങളെ സത്യങ്ങളായി നീ കാണിച്ചു. ആകയാൽ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, ഈ സുഗന്ധധൂപം മൂലം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള നിന്റെ വാഗ്ദത്തം അതിൻ്റെ പക്കൽ നിവർത്തിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ സഭയെ നീ സന്ദർശിക്കണമേ. കാരുണ്യത്തോടുകൂടി അതിനെ സന്ദർശിച്ച് നിന്റെ കരുണാസമ്പത്ത് കൊണ്ട് അതിനെ നിറയ്ക്കണമേ. പ്രക്ഷോഭകരമായ ബഹളങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. സകലവിധമായ വിപത്തുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും നിന്റെ സഭയെ കോരിയെടുക്കണമേ. അതിൻ്റെ അഗ്രങ്ങൾ വലിപ്പപ്പെടുത്തി അതിൻ്റെ കുറ്റികളെ സ്ഥിരപ്പെടുത്തണമേ. അതിൻ്റെ നിരകളെ വിസ്തീർണതപ്പെടുത്തണമേ. പരിശുദ്ധ റൂഹായുടെ പാട്ടുകൾ അതിൻ്റെ ഗൂതാകളെ ക്രമീകരിക്കണമേ. അതിൻ്റെ കൂട്ടത്തെ മറച്ചുകൊള്ളണമേ. അതിൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. അതിൻ്റെ അതിർത്തികളെ വലുതാക്കണമേ. നിന്റെ സത്യജ്ഞാനമാകുന്ന അടിസ്ഥാന ഉപദേശങ്ങളാൽ അതിനെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ ന്യായപ്രമാണത്തെ പാലിക്കുന്ന മൽപ്പാന്മാരെയും സത്യവാന്മാരായ ഇടയന്മാരെയും ശമാശന്മാരെയും അതിൽ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ രാജാക്കന്മാരെയും അധികാരികളെയും യോഗ്യരാക്കണമേ. വാർദ്ധക്യത്തെ താങ്ങണമേ. യൗവനക്കാരെ വിനയം കൊണ്ട് അലങ്കരിക്കണമേ. അനാഥരെ എഴുന്നേറ്റ് സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഓശോ വബുകുല സുബാൻലുൽ മീൻ ബാർക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും
എന്നു വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. ജാതികളെല്ലാം പാവനമാം തിരുസഭയോടേവം ചൊന്നേശായ നീതിമോക്യൻ ഉണരുന്നേൻ ശോഭസമാഗതമായി നിന്മണവാളൻ ഹൃദിരഹിതൻ രാപകൽ നിന്നുടെ വാതിലുകൾ അടയാതങ്ങുറന്നീടും മുടിച്ചോടും മന്നന്മാരും വിധികർത്താക്കൾ ജ്ഞാനികളും സ്തുതി പാടിക്കൊണ്ടതി പരനതിനുള്ളിൽ വേണ്ട ഭയം സഭയെ പരിശുദ്ധകളയുഗഭീതി അവരനു നീ ചേരായു ഞാനും ചകിൽ കാലാന്തേ ഭൂവാനങ്ങൾ തന്മാസം വന്നിടുമ്പോൾ നീ പാർക്കും കേടേശാതെ പ്രാതസുതാത്മാവിൻ സവിധേ സംസ്ഥിതമാമിന്നാസ്ഥാനോ മാർഗമോ ശുഭലാഭോ ലബറോ റൂഹോ കാദീശോ നാഗതനായ സഭയെ പാണിഗ്രഹണം ചെയ്ത സുതൻ സഭ പേർക്കായി ക്രൂശിതവചനേശൻ സംസ്തുത്യന്താനവരതും ക്രൂശരക്ഷിതമാം ജയത സ്തുതി പാടി ചൊല്ലിടുന്നു കുരിശാലുലകം വീണ്ടോനം ദൈവാത്മജനെ നീ ശുദ്ധൻ പരിശുദ്ധൻ നീ പരിശുദ്ധൻ മനോലം വാദാലോലം ആദ്യസുതൻ തൻ വധുവെന്നാതുപോൽ ഇതുവരെയുളവായില്ലന്യ വരണം ചെയ്തവനവളെ മുന്നം തൻ കൊലയാൽ നൽകി സദ്യ ക്രൂശതിലവളം തൻ ചാരെ ഭൂഷിതയായി തൻ്റെ തത്താൽ ആർത്തുര ചെയ്താളാദരവായി അനുരോപസോനോ നീ പരിശുദ്ധൻ പരിശുദ്ധൻ മുറിയോറാകെ മെലനുവതാറേ ബറക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിടുന്ന ഈ ദിനത്തിൽ ഞങ്ങളുടെ ബലഹീനതയിൽ നിന്നും നിനക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സുഗന്ധധൂപവും പരിമളങ്ങളുടെ സൗരഭ്യവാസനയും കൈക്കൊള്ളണമേ. നിന്റെ കാരുണ്യത്തോടെ ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ രക്ഷയാൽ അതിൻ്റെ മക്കളെ സന്തോഷിപ്പിക്കുകയും മോചനത്താൽ അതിലെ പാപികളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. രോഗികൾക്ക് സൗഖ്യവും ചിതറിപ്പോയവർക്കും തെറ്റിപ്പോയവർക്കും തിരിച്ചുവരവും ഞെരുക്കം അനുഭവിക്കുന്നവർക്കും ഹൃദയസങ്കടത്തിലിരിക്കുന്നവർക്കും ആശ്വാസം കൊടുക്കണമേ. സകല പോരാട്ടങ്ങളും എതിർപ്പുകളും ഷണ്ഡകളും അതിൽ നിന്നും നീക്കിക്കളയണമേ. സത്യവിശ്വാസത്തോടെ അതിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് പാപപരിഹാരവും മോചനവും നൽകണമേ. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യും. ഹോശോ നിന്നാസ്ഥാനം കർത്താവേ, നിന്നാലയമതിനെ നീയാക്കി നിൻ കയ്യാലത് പണിതതിലെന്നും നീ വാണിടണമേ.
നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശന്മാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറുക്കുമോ സ്തുതിയും നമ്മുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 7-9 വരെയുള്ള. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കേണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേലിൽ നിന്ന് 1 മുഴം താഴെ അതിനെ വെക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വെക്കണം. താഴത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡങ്ങളിൽ നിന്നും തന്നെ ഈ രണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്ന് അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളൊക്കെയും ഈ രണ്ടായി ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ച് കൊള്ളണം. നീയും അത് നിനക്കും നിന്റെ ആഹാരമായിരിക്കണം. ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വ കുടുംബമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറകളിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവുകളിൽ നിന്നും പൂവനും പിടയുമായി 7 ഭൂമിയിലുള്ളതൊക്കെയും സന്തതി ശേഷിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയൊക്കെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ബാറക്കുമോ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. അനന്തരം ദാവീദ് ഇസ്രായേൽ നിന്ന സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ബാലയേഹൂദിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അമീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിൻ്റെ പുത്രന്മാരാ ഓസയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിയിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്നവർ അതിനെ ദൈവത്തിൻ്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പാകെ നടന്നു. ദാവീദ് മിസ്രാഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടുകൂടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. അവർ നാഗോന്റെ കളത്തിങ്കലെത്തിയപ്പോൾ കാള വരേണ്ടതുകൊണ്ട് ഉസ്സാ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ചവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദ നിമിത്തം ദാവീദിന് വസനമായി.
അവൻ നാസറത്തിന് പേര് സൂസ എന്ന് പേർ വിളിച്ചു. അതിന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടുവെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചുവെന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം ഒരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോട് യഹോവയുടെ മുൻഭാഗം നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന ദാവീദ് അതിനായിട്ട് അടച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിന്റെ സർവ്വസംഘവുമായ സകലത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിനൊരു അപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം പങ്കിട്ടുകൊടുത്തു. ജനമൊക്കെയും താൻ്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീകൾ ദാവീദിനെ എതിരേറ്റ് ചെന്ന നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെ താൻ അനാവൃതമാക്കുന്നത് പോലെ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുക തന്നെ താൻ അനാവൃതമാക്കിയ ഇസ്രായേൽ രാജാവിനത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. ദാവീദ് മീകളിനോട് യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലുപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ അതേ യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ ശൗലിന്റെ മകളായ മീകളിന് ജീവപര്യന്ത ഒരു കുട്ടിയും ഉണ്ടായില്ല. ബാർക്കുമോ ശേഷം ദൈവത്താൽ പ്രേരിതരായ ജാതികളിടയിൽ ഭൂതലസേമയതോളം നല്ലേവൻ കേല്യം കൈക്കൊള്ളുവോ ഭാഗ്യമിത് അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാറിക്കുമോ. സ്നേഹയുടെ സ്ത്രീയും നമ്മുടെ മേറ്റന് അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീ കണ്ട മാതിരിക്കത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവായുമായി കൊണ്ടുവന്നു. ദാവീദിന്റെ കാലം വരെ അത് വെച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പാകെ തലകുനിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഒരുക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവന് ഒരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം
എൻ്റെ വിശ്രമസമൂലവും ഏത്? ഇതൊക്കെയും എൻ്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചവനെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾക്കിപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങൾക്ക് ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഹബീബായി പാറിക്കുമോ പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽക്കേട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താരേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോ തന്നിൽ. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാറയ്ക്കുമോ. ലീഗയുടെ ഒരു സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. രണ്ടാം തിരുശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹറോന് തളർത്ത പടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവയിങ്ങനെ തീർച്ചശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെ അല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു പോരുന്നു. അവഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയായതല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തകവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആമീനാഹായ് ബാറക്കുമോ. മുന്നം എന്നവകാശത്തിൻ നേടി സംരക്ഷിച്ചൊരു സഭയെ നീയോർക്കണമേ. മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ
ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറക്കുമോർ ശ്ലോമോ ലകുൽഖോ. അവിടുത്തെ ആത്മാവിനോടും കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion Gadisho Moran Yeshimashio Korososo Mahioniso Mataisliho Magrasono the Magrai Sahaye Furko Nololmo. Whether everyone can നമ്മുടെ രക്ഷകാരനെ സ്തുതികളും Savinohokil Namdorono Sadmoran Malohan Foruko Dilaneshmashiho Melso the High Aloho the Spasar Melsulto Kadisto Maria Holenden Hokan Hava അപ്രകാരം വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഫിലിപ്പോസിന്റെ കേസറിയ ദേശത്തേക്ക് വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരാകുന്നുവെന്ന് മനുഷ്യർ എന്നെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു. യൂഹാനോൻ മാദ്ദാന എന്ന് പറയുന്നവരുണ്ട്, മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ എറമിയായോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. താൻ അവരോട് ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് ചോദിച്ചു. ശമോൻ കിപ്പ ഉത്തരമായി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെശീഹ ആകുന്നെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട് യൗനായുടെ പുത്രനായ ശമോനെ നീ ഭാഗ്യവാനാകുന്നു. എന്തെന്നാൽ ജഡരക്തങ്ങളല്ല, എന്നാലോ സ്വർഗത്തിലുള്ളവനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാനും നിന്നോട് പറയുന്നു, നീ കീപ്പ ആകുന്നു. ഈ കീപ്പാമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും, പാതാളവാതിൽ അതിനെ ദുർബലപ്പെടുത്തുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്ന ഏതൊന്നും സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും, ഭൂമിയിൽ നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞു. അനന്തരം തന്റെ ശിഷ്യന്മാരോട് താൻ മെശിഹ ആകുന്നുവെന്ന് ഓരോരോടും അവർ പറയരുതെന്ന് കൽപ്പിച്ചു. ബാറക്കുമോർ ഹുസൈനോ ലകുൽഖോൻ കുറിയേ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറക്കുമോ ഞങ്ങളുടെ ദൈവമായ മെശിഹാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ സ്ത്രീഹന്മാരുടെയും നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും ഈ ആലയം ആരുടെ നാമത്തിൽ ഞങ്ങൾ പണിയുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നുവോ ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാർത്തോമാ സ്ലിഹായുടെയും മോർ ഗീവർഗീസ് സഹദായുടെയും വിശേഷാൽ പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും പ്രാർത്ഥനകളാൽ ഈ കല്ല് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. ബാറക്കുമോ ബാറേ എന്തെന്നാൽ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ നീ പരിശുദ്ധനാകുന്നു. ഹോശോ വബുക്കോലസ്ബാൻ നോൽമീ
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ നിയമരഹിതമായ സകല അശുദ്ധിയിൽ നിന്നും എന്നേക്കും പരിപൂർണമായി വെടിപ്പാക്കപ്പെടുന്നതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട് നവീകരിക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുന്നു. ഭസ്മോ
സഭയെ നിജകരതാരിൽ പണി ചെയ്തോൻ വന്യൻ നിബിയർ ശ്ലീഹർ സഹദേരിവരെ തറയായതിൽ വച്ചാൻ അഖില ജനത്തെ കൂട്ടിച്ചേർത്താൻ അവരതിനുൾ രാപകലിൽ സ്തുതി പാടിയിടുന്നു. വന്യൻ നിബിയർ ശ്ലീഹർ സഹദേന്മാരിൽ ശ്രീ ചേർത്തോൻ അവർ തന്നസ്തിക ദീപിക തുല്യം സഭയിൽ താൻ വെച്ചു വാനിലുമെങ്ങും വാനിച്ചാനവരുടെ പ്രാർത്ഥനയും തുണയാഗങ്ങൾക്ക് പാർക്കുമോ തൽമിദാശുബോല ബോല ബറോവൽ റൂഹോ കാദിശോ സഭയെ വന്യ സുതനുടെ മുഴുവൻ കാവൽ താനല്ലോ. പാതാളത്തിൻ വാതിലും നിന്നെ മേലാൽ ദ്രോഹിക്കാം നിൻ ഭോജനമാ നിജഗാത്രം നിന്നുടെ സുതൻ മുദ്രയ്ക്കായി രക്തമതും തന്ന മനോലം വാദാമൽവോലം വൽമീനാമീൻ. ഭൂവേ ഭൂവേ സർവേശൻ തൻ വാക്യം കേട്ടിടുക. നിന്നെ പാടെ കൈവടിയാൻ ഞാൻ ശപഥം താൻ ചെയ്ത പാവന സഭയെ നിൻ കോട്ടകളൻ തോട്ടത്തിൽ വീടും നിന്നിൽ ഞാൻ സാധകം. നിഹതൻ ശീമോൻ നിൻ അടിവാരെ സഭയെ നിൻ ബലിപീഠമതിൽ സ്കറിയായും യോഹന്നാൻ മൗലി കാഴ്ചയുമാം നിന്നിൽ കൂടെ മറ്റനവധി നിഹതൻ മാരം മോദമോടാഗതരായി കല്യാണവിരുന്നിന് തവ പുണ്യത്തിനുകൾ രക്തം പൂജിച്ച പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയത്തിൻ്റെ അടിസ്ഥാനമായി കല്ല് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ മാർത്തോമാസ്ലീഹായുടെയും വിശുദ്ധനായ മോർ ഗീവർഗീസഹതായുടെയും വിശിഷ്യ പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും നാമത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്ഥിരമാ
നിൽദ്വാരെ കാവൽ ചെയ്തിട്ട ദുഷ്ടനെ കാക്കുന്നു. ശമോരാധാരം പൗലോസോ ശില്പി യോഹാനോത്തോഴൻ സ്നേഹിതരും തന്നെ. ഹല്ലേലൂയ. പാവനമുഖാതൻ നന്ദുനി ദാവീദും ബാരകുമോ. മനോലം വിശ്വാസമേൽ സഭ പണിതു തൂണുകൾ പന്തിരാറിന്മേൽ സ്ഥാപിച്ചു. സുന്ദര ഭുവനെ കാളതു ഭാരം ശ്രേഷ്ഠം പണി ചെയ്തോ ശില്പി തൻ വാസം മേലെ. ഹല്ലേലൂയ. പള്ളിക്കുൾ പീഠം സ്ഥാപിച്ചോ ധന്യം. വിശ്വാസികളെ, വിശുദ്ധ സ്ലീബ 4 ദിശകളിലേക്കും ആഘോഷിച്ച് ഇവിടെ ഈ സ്ഥാപിക്കപ്പെട്ട കല്ലിനോട് ചേർത്ത് പ്രതിഷ്ഠിക്കുന്നതാണ്. അതിനുള്ള സാധാരണ പ്രതിവാക്യം ചൊല്ലി അതിന് ഭക്തിയോടുകൂടി സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മശംശൻ ലേ വിശ്വാസനീയാം തിരുസഭതൻ സുതരാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്യണം. തീമായ ചൊൽവോനെ ഈശാനി പരിശുദ്ധം ആത്മീയർ ശ്ലാഘിപ്പോനെ പരിശുദ്ധൻ മൺമയരാഖോ ഷിപ്പോനെ പരിശുദ്ധൻ പാപികളനുതാപത്തോ പ്രാർത്ഥിച്ചോതുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്യണം. മേലുള്ളോർ നീപ്പോനെ പരിശുദ്ധം
മധ്യമർഗീർത്തി ുന്നോനേ കീഴുള്ളോർ ഒന്നോനേ പാപികളനുതാപത്തോ പ്രാർത്ഥിച്ചോതുന്നു ഞങ്ങൾക്കായി ക്രൂശേറ്റോനേ കൃപ ചെയ്യണം. മോറാൻ എസ്തറാ ഹാമേലാ നാഥാ കൃപ യുഗകനിവാ മോറങ്കാബൽ തശമശത്താൽ വസലാവോ സനസറാ ഹാമേലാ ദേവേശ തേ സ്തോത്രം. ശുഭഹോലോ ബോറോയോ പവികളാന്തസരിലലിയും മഷിഹാരാജാവേ സ്തോത്രം. ബാറക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വാസത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും ഓർത്തും ുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തിലും ഓർക്കുമോ പരിശുദ്ധ സഭാമക്കളുടെ വിജയത്തിൻ്റെയും രക്ഷയുടെയും അടയാളമാവുന്ന പരിശുദ്ധ സ്ലീബ വിശ്വാസികളുടെ പ്രശംസയ്ക്കും ആകൽ കർസായുടെ വീഴ്ചയ്ക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ മോത്തോമാ സ്ലീഹായുടെയും പരിശുദ്ധ മോർ ഗീവർഗീസ് സഹദായുടെയും പ്രത്യേക ഈ ആലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമാകുന്നു? പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും പരിശുദ്ധ ഭട്ടശീൽമാർ ദിവന്യാസിയോസിൻ്റെയും സ്മരണയ്ക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബറോ വദറുഹോ ആയോകാദി ചൽഹായ് ദലോ ഓലം ഉൽമി ഭിന്നമതാം സ്ലീബ മുന്നെണ്ണം കണ്ടെ വല്ലമീരുള്ളോ മൃതനാകാത്തോനും ഇടമായി മൃതി പൂണ്ടോ ഉയിരില്ലാത്തോനും മധ്യമേറ്റുന്നോൻ സത്യമതായി നിദ്രിതനുണർവുള്ളോൻ മൃതനാം ഉயிருള്ളോൻ മാനുഷവടിയുള്ളോൻ ദേവേശൻ തന്നെ. താല്പര്യ വിശ്വാസികളെ,
കല്ലടിയിലിൻ്റെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്.